നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ₹1 കോടി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ കൊട്ടിയത്ത് പിടിയിൽ. മംഗലാപുരം, മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. ലോറിയിൽ കുടിവെള്ള കുപ്പിയുടെ മറവിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത്. ശക്തമായ മഴയിൽ ഏരൂരിൽ വീട് തകർന്നു. വിളക്കുപാറ ഇടക്കൊച്ചിയിലാണ് സംഭവം. അപകടത്തിൽ അച്ഛനും മകനും പരിക്കേറ്റു. തെന്മല പരപ്പാർ ഡാമിന്റെ ഷട്ടറുകൾ ശനിയാഴ്ച ഉയർത്തും. 80 സെന്റിമീറ്റർ വരെയാണ് ഷട്ടറുകൾ തുറക്കുക. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തിങ്കളാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം. വിശദമായ വാർത്തകളിലേക്ക്. ₹1 കോടി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ കൊട്ടിയം പോലീസിന്റെ പിടിയിൽ. മംഗലാപുരം സ്വദേശി സവാദ്, മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ കുടിവെള്ള കുപ്പിയുടെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത്. ₹1 കോടി വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് 2 പേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറിയിൽ കുടിവെള്ള കുപ്പിയുടെ മറവിലാണ് 225 ചാക്ക് കെട്ടുകളിലായി ഒളിപ്പിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത്. സംഭവത്തിൽ മംഗലാപുരം സ്വദേശി സവാദ്, മലപ്പുറം സ്വദേശി അമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചിന്റെ നേതൃത്വത്തിൽ കൊട്ടിയം SHO പി പ്രദീപ്, ചാത്തന്നൂർ SHO അനൂപ്, SI നിതിൻ നളൻ, ഡാൻസ് ഓഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ IPS കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെളുപ്പിന് 5 മണിയോടുകൂടി ഈ ലോറിയും 225 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മാർക്കറ്റിൽ 2 കോടിക്കടുത്ത് വില വരുമെന്നാണ് അനുമാനിക്കുന്നത്. അത് കൊല്ലം, തിരുവനന്തപുരം ഏരിയയിലെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ പരിസരവും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവന്നതാണ്. ഇതിൽ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. മംഗലാപുരം സ്വദേശി സവാദും മലപ്പുറം സ്വദേശി അമീറും. ഈ പ്രതികൾ ഈ വണ്ടി കൊണ്ടുവന്ന ഈ ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് വാട്സാപ്പിൽ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഇവർ വണ്ടി അവിടെ ഇട്ടിട്ട് പോകും. അതിൻ്റെ ഏത് ഗോഡൗണിലേക്കാണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആളുകൾ വന്ന് ഈ വണ്ടി കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ട് തിരിച്ചിവിടെ വണ്ടി കൊണ്ടിട്ട് കൊടുക്കും. സോ അതിന് ഇനി ബാക്കിയുള്ള കണ്ണികളെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. ഫോറൻസിക് ഫലവും വൈകുകയാണ്. വെള്ളി, ശനി, ഞായർ വാരാന്ത്യ അവധി ആയതിനാലാണ് ഫോറൻസിക് ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നത്. അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും. അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും. മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് തേവലക്കര തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ശേഖറിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയായിരുന്നു മരണം. പിന്നാലെ സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു. സതീഷ് അതുല്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് അതുല്യയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ കുടുംബത്തിന്റെ പരാതിയിൽ കൊലക്കുറ്റം, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന നിരോധന നിയമം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയായിരുന്നു. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്നുമാണ് കുടുംബം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചൽ പനച്ചവിള പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. കൊല്ലം NS സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു സ്ക്രീനിംഗ് ക്യാമ്പ്.
ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഒരു സ്ക്രീനിംഗ് ക്യാമ്പ് ആയതുകൊണ്ടാണ് നമ്മളിത് മാറ്റിവെക്കാതെ ഒരു നടത്തണമെന്ന് തീരുമാനിച്ചത്. മറ്റുള്ള ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ക്യാമ്പ് നമുക്ക് നടത്താനിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. കൂടുതൽ അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് ഒന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗത്തിന് നമ്മുടെ ജീവിതശൈലിയിലും അതേപോലെ ഭൗതിക സാഹചര്യങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റം നമ്മുടെ ഈ രോഗത്തിന് വലിയ തോതിൽ കൂടുവാൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ മോഹനൻ തട്ടേക്കാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വരദരാജൻ പിള്ള സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട്, വി സുന്ദരേശൻ, ബി മുരളി, രാജേന്ദ്രൻ പിള്ള, ഷാജഹാൻ കൊല്ലൂർവിള, നബീസ ബിബി, ഗിരിജ ദേവദാസ്, അഞ്ജന എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ അജയ് ശശിധരൻ, മിഥുൻ രാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പുരുഷന്മാരിലാണെങ്കിൽ വായിലുണ്ടാവുന്ന ക്യാൻസർ ഉണ്ടാവും, ഉണങ്ങാത്ത മുറിവുകളാണ് അതിൻ്റെ ലക്ഷണം. കുടലിലുണ്ടാകുന്ന ക്യാൻസറുകൾക്ക് ചിലപ്പോൾ മലബന്ധമോ അല്ലെങ്കിൽ മലത്തിൽ കൂടി രക്തം പോകുന്നതോ ആവാം അതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കാണുന്ന ലക്ഷണങ്ങളെല്ലാം നമ്മൾ സാധാരണ ദിനംപ്രതി ജീവിതത്തിൽ കണ്ടുവരുന്ന പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് ക്യാൻസറിൻ്റേതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാറില്ല. പലപ്പോഴും നമുക്ക് ചെയ്യേണ്ടത് ഇത് മാറാതെ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തെ കൊണ്ട് പരിശോധിപ്പിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒരു ക്യാൻസർ സെൻ്ററിലേക്കും മറ്റ് ചികിത്സകളിലേക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല പരപ്പാർ ഡാമിന്റെ ഷട്ടറുകൾ 26-ന് രാവിലെ 11-ന് ഉയർത്തും. 80 സെന്റിമീറ്റർ വരെയാണ് ഷട്ടർ ഉയർത്തുക. ഇതിനാൽ കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ശക്തമായ മഴയെ തുടർന്നാണ് തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തുന്നത്. ശനിയാഴ്ച രാവിലെ 11 മുതലാണ് ഡാമിന്റെ 2 ഷട്ടറുകൾ പരമാവധി 80 സെന്റിമീറ്റർ വരെ ഉയർത്തുന്നത്. അധിക ജലം കല്ലടയാറ്റിലേക്കാണ് ഒഴുക്കിവിടുക. ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ നിശ്ചയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഇപ്പോഴത്തേതിനേക്കാൾ പരമാവധി 70 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിനാൽ കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ന്യൂസ് ബ്യൂറോ, തെന്മല. വെളിച്ചെണ്ണ നിർമ്മാണ കേന്ദ്രത്തിൽ തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. കൊല്ലം രാമൻകുളങ്ങരയിലുള്ള ചക്കിലാട്ടിയ എണ്ണ നിർമ്മിക്കുന്ന വിനായക ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് സംഭവം. സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കടയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടത്. ഉടൻ കെട്ടിട ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. വെളിച്ചെണ്ണ നിർമ്മാണ കേന്ദ്രത്തിൽ തീയും പുകയും ഉയർന്നതാണ് പരിഭ്രാന്തി പരത്തിയത്. രാമൻകുളങ്ങരയിലുള്ള ചക്കിലാട്ടിയ എണ്ണ നിർമ്മിക്കുന്ന വിനായക ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം തീ പടർന്നത്. സംഭവം സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കണ്ടത്. ഉടൻ സമീപത്ത് താമസിക്കുന്ന കെട്ടിട ഉടമയെ വിവരമറിയിച്ചു. ഉടമ കട നടത്തുന്ന ആളുമായി ബന്ധപ്പെട്ട് കട തുറക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ കനത്ത പുകയായതിനാൽ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ചാമക്കടയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി വെള്ളമൊഴിച്ച ശേഷം കടയിലെ 2ാമത്തെ ഷട്ടറും തുറന്നിട്ട് പുക മാറ്റി തീ കെടുത്തി. ഇവിടെ ഉണ്ടായിരുന്ന 2 ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന കൊപ്രയിലാണ് തീയും പുകയും പിടിച്ചത്. KSEB ഉദ്യോഗസ്ഥർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ തീയും പുകയും ഉണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. അങ്ങനെയുള്ള സാധ്യതകൾ സാർ ഈ ഒരു കാലാവസ്ഥയിലൊന്നും അത്രയും അങ്ങനല്ല, സാധ്യതകൾ മാത്രമേ ഞാൻ പറഞ്ഞു. അതല്ലാതെ ഇതിനകത്ത് വേറെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സാധ്യത അവിടെ ഒന്നും വെക്കുന്നില്ല. രണ്ടാമത്തെ സാധ്യത നിങ്ങൾ ഇതിനകത്ത് വലിക്കുന്നവരാരുമില്ല. പിന്നെ 3ാമത്തെ സാധ്യത ഇവിടെ കിടക്കണം, അതായത് ചന്ദനത്തിനെ കൊതുക് ആ സാധ്യതയില്ല. പിന്നെ ഇതിനകത്ത് ആകെയുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും തീപ്പൊരി വീണ് ഇല്ല. ഇവനെ മനഃപൂർവ്വം കൊണ്ടുവരണം. മനഃപൂർവ്വം കൊണ്ടിടാന്ന് പറഞ്ഞാൽ അല്ല, മനഃപൂർവ്വം കൊണ്ടിടാന്ന് പറഞ്ഞാലും നിങ്ങളെ പുകയേർന്ന ഭാഗത്ത് പാത്രങ്ങളിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നെങ്കിലും തീ അതിലേക്ക് പടർന്നില്ല. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നു. കാലവർഷം ശക്തി പ്രാപിച്ചതിന് ശേഷം ഇപ്പോഴാണ് തെക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ശനിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയേക്കാം. അതിനാൽ മത്സ്യത്തൊഴിലാളികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പുനലൂർ അടിവയലിൽ ക്ഷേത്രത്തിൽ മോഷണം. മുഹൂർത്തിക്കാവ് ക്ഷേത്രത്തിലെ വഞ്ചികൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചു. വിളക്കുകളും അപഹരിച്ചു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി 12 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ മോഷ്ടാവ് ആദ്യം വഞ്ചികൾ തകർത്ത് ഇതിലുണ്ടായിരുന്ന നാണയങ്ങൾ മാറ്റി നോട്ടുകൾ അപഹരിച്ചു. ഇത് രാത്രി 12 മണിക്ക് ശേഷം വരികയും അതിനുശേഷം ഏകദേശം 4 മണി വരെ ക്ഷേത്രത്തിനകത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ടുള്ള മോഷണ ശ്രമങ്ങളാണ് നടന്നിരിക്കുന്നത്. മുമ്പ് 2 വർഷത്തിന് മുമ്പ് ഉണ്ടാവുകയും എന്നാൽ അന്ന് ആളിനെ പിടിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഈ ക്ഷേത്രത്തിൽ കള്ളന്മാരുടെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള മൂർത്തി നടയിൽ സൂക്ഷിച്ചിരുന്ന വിളക്കും മോഷ്ടിച്ചു. പണം ഉൾപ്പെടെ സൂക്ഷിക്കുന്ന അർച്ചന കൗണ്ടറിന്റെ പിൻഭാഗം കമ്പിപ്പാര ഉപയോഗിച്ച് തകർത്ത് ഉള്ളിൽ കടന്ന് അലമാര ഉൾപ്പെടെ കുത്തിത്തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം തുറക്കാൻ രാവിലെ എത്തിയ പൂജാരിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത്. ഇന്നലെ വെളുപ്പിന് 12 മണിക്ക് ശേഷം കണ്ടാൽ പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി ക്ഷേത്രത്തിന്റെ മുൻവശം വഴി പ്രവേശിക്കുകയും ബാക്ക് വശത്തുകൂടി ക്ഷേത്രത്തിലെത്തി വഞ്ചിപ്പെട്ടികളും അതുപോലെ തന്നെ പുറത്ത് മൂർത്തിനടയിലുള്ള വിളക്കും എടുത്തുകൊണ്ടുപോവുകയും വഞ്ചിയിൽ നിന്ന് നാണയം ഉപേക്ഷിക്കപ്പെട്ട രീതിയിലും നോട്ടുകൾ മോഷ്ടാവ് കൊണ്ടുപോയിട്ടുള്ളതായിട്ടുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ അർച്ചന കൗണ്ടറിന്റെ ബാക്ക് വശം പാര കൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുള്ളതായും അതിനകത്ത് പ്രവേശിക്കുകയും അകത്ത് കയറിയതിനു ശേഷം ചിതനവിതനമാക്കിയിടുകയും എന്നാൽ അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സമീപത്തെ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തു നിന്നാണ് കമ്പിപ്പാരകൾ എടുത്തതെന്നാണ് വിവരം. ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളതായി സൂചനയുണ്ട്. മോഷ്ടാവിനെ പിടികൂടാൻ ഊർജിതമായ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസണിലെ അവസാനഘട്ട ബമ്പർ നറുക്കെടുപ്പ് നടത്തി. 2025-26 ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവും നടന്നു. രശ്മി ഹാപ്പി ഹോം ഓച്ചിറ ക്ലാപ്പന ഷോറൂമിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2024-25 സീസണിലെ അവസാനഘട്ട ബമ്പർ നറുക്കെടുപ്പും 2025-26 ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവുമാണ് രശ്മി ഹാപ്പി ഹോം ക്ലാപ്പന ഷോറൂമിൽ നടത്തിയത്. CR മഹേഷ് MLA നറുക്കെടുപ്പും ഫെസ്റ്റിവൽ ഉദ്ഘാടനവും നിർവഹിച്ചു. കാലാവസ്ഥയിലൂടെയാണ് രോഗമാണെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും നമ്മൾ പോകുന്നത്. അപകടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്നും വരാതെ നല്ല പുലർകാലം, നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് പേർ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവരൊന്നും സമൂഹത്തെ നോക്കാറുണ്ട്. സമൂഹത്തെ നോക്കി പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ രശ്മിക്ക് എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 1ാം സമ്മാനമായ റെനോ കിഡ് കാർ സമ്മാനമായി ലഭിച്ചത് ആറ്റിങ്ങൽ ബ്രാഞ്ചിലെ സജിത്തിനാണ്. 2ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ കറ്റാനം ബ്രാഞ്ചിൽ നിന്നും സുരൻ ജിക്ക് ലഭിച്ചു. 3ാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ ലഭിച്ചത് ഷിനിക്കും 4ാം സമ്മാനമായ ഇൻഡക്ഷൻ കുക്കർ ലഭിച്ചത് വിജിനും 5ാം സമ്മാനമായ ട്രോളി ബാഗ് ലഭിച്ചത് ബിജുവിനുമാണ്. 6ാം സമ്മാനമായ ഡിന്നർ സെറ്റ് ബാബുവിനും ലഭിച്ചു.
ഷോറൂം സന്ദർശിച്ചവർക്ക് വിസിറ്റ് ആൻഡ് വിന്നിലൂടെ 32 ഇഞ്ച് LED TV ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നൽകി. ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനിമോൾ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ്, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ, ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ് ഓണംപള്ളി, അഖില കേരള ധീവരസഭ കൊല്ലം ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് താനുവേലിൽ, ക്ലാപ്പന ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് എന്നിവർ പങ്കെടുത്തു. 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം ഓഫറുകൾക്ക് തുടക്കം കുറിക്കുന്ന രശ്മി പൊളിയോണം, രശ്മിക്കൊപ്പം പൊളിച്ചോണം സീസൺ പ്രമാണിച്ച് എക്സ്ട്രാ വാറന്റികളും സീറോ ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം മെയ് 25 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. മൊത്തത്തിലാണ് കവർ ചെയ്ത് നിൽക്കുന്നത്. അതിനകത്ത് 10 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ്. അതിനകത്ത് വിദേശ യാത്രകളുണ്ടാവും, സ്വർണ്ണ നാണയങ്ങളുണ്ടാവും, ഗൃഹോപകരണങ്ങളുണ്ടാവും, ക്രമത്തിലധികം ഡിസ്കൗണ്ടുകൾ കാണും. അപ്പൊ ഇങ്ങനെയുള്ള പല പല പ്രോഗ്രാമായിട്ടാണ് ഇപ്രാവശ്യം വരുന്നത്. ചിലപ്പോൾ സീറോ വാല്യൂ 1 രൂപ അടിച്ച് ചില പ്രോഡക്റ്റുകൾ ബില്ലിൽ കൊടുക്കും. അങ്ങനെ പലതരത്തിലാണ് കൊടുക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SSF കൊല്ലം ജില്ലാ സാഹിത്യോത്സവ് 26-27 തീയതികളിൽ കൊല്ലത്ത് നടക്കും. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടൽ മണൽ ഖനനവും സാഹിത്യോത്സവത്തിൽ ചർച്ചയാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SSFന്റെ 32ാമത് എഡിഷൻ കൊല്ലം ജില്ലാ സാഹിത്യോത്സവമാണ് 26-27 തീയതികളിൽ കുന്നിക്കോട് നടക്കുന്നത്. SSF കൊല്ലം ജില്ലാ സാഹിത്യോത്സവത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടൽമണൽ ഖനനവുമാണ് പ്രധാന പ്രമേയമാവുക. മന്ത്രി KN ബാലഗോപാൽ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-ാം തീയതിയാണ് പൊതുസമ്മേളനം നമ്മുടെ പീരങ്കി മൈതാനത്ത് നടത്തപ്പെടുന്നത്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് UDFന്റെ കൺവീനറും അതോടൊപ്പം തന്നെ MPയുമായിട്ടുള്ള അടൂർ പ്രകാശ് സാറും, മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് കൊടുക്കുന്ന സുരേഷ് MP, അതോടൊപ്പം തന്നെ തമിഴ്നാട് VCK എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പാർട്ടിയുടെ MP ആയിട്ടുള്ള ഡോക്ടർ രവി, അതോടൊപ്പം തന്നെ KPCC എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാരിയെ, CSDSന്റെ സംസ്ഥാന പ്രസിഡന്റ് MS സാജൻ, ദളിത് ഐക്യസമിതിയിലെ സംസ്ഥാന പ്രസിഡന്റ് KK ജിൻഷു. പരിസ്ഥിതി ആക്ടിവിസ്റ്റ് K സഹദേവൻ മുഖ്യാതിഥിയാകും. പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ദേവദാസ് ക്ലാപ്പന പ്രധാന പ്രഭാഷണം നടത്തും. SSF ജില്ലാ സെക്രട്ടറി അനസ് മൈലാപ്പൂർ, സെക്രട്ടറിമാരായ തൗഫീഖ, ഫൈസൽ മുയീനി, സുധീർ ഖൻകുളപ്പാടം എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തമായ മഴയിൽ ഏരൂരിൽ വീട് തകർന്നു. വിളക്കുപാറ ഇടക്കൊച്ചി സജീവ് വിലാസത്തിൽ സജീവ് ചന്ദ്രലേഖ ദമ്പതികളുടെ വീടാണ് കനത്ത മഴയിൽ തകർന്നത്. അപകടത്തിൽ സജീവിനും മകൻ അമൽ സാജിനും പരിക്കേറ്റു. ശക്തമായ മഴയിലാണ് ഏരൂരിൽ വീട് തകർന്നത്. വിളക്കുപാറ ഇടക്കൊച്ചി സജീവ് വിലാസത്തിൽ സജീവ് ചന്ദ്രലേഖ ദമ്പതികളുടെ വീടാണ് കനത്ത മഴയിൽ കഴിഞ്ഞ രാത്രി നിലം പൊത്തിയത്. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന സജീവിനും മകൻ അമൽ സാജിനും ഓടും മേൽക്കൂരയും വീണ് പരിക്കേറ്റു. തലയ്ക്കും കൈക്കും പരിക്കേറ്റ സജീവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. വീട് തകരുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ സജീവിന്റെ അമ്മ 86-കാരിയായ രാജമ്മയെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിലുകൾ, അലമാര, കസേരകൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി തകർന്നു. വീഴുമെന്ന നിലയിൽ നിന്ന കെട്ടിടത്തിൽ നിന്ന് പ്രദേശത്തെ DYFI പ്രവർത്തകരെത്തിയാണ് രേഖകളും അത്യാവശ്യ സാധനങ്ങളും വീണ്ടെടുത്ത് നൽകിയത്. ഹൃദ്രോഗിയായ സജീവ് ചികിത്സയിലാണ്. വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിവേലയാണ് ആശ്രയം. ഭാര്യ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഇന്നലെ രാത്രി ഒരു 10:30 മണിയായി. ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയുണ്ടായത്. അപ്പോഴേക്കും ഓടി മാറാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എൻ്റെ തലയിൽ ഓടാണോ കടിയാണോ എന്നറിയില്ല, എന്തോ വന്ന് അടിച്ചു. അങ്ങനെ പിന്നെ പെട്ടെന്ന് പ്രായമായ ഒരു അമ്മയുണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു, ഇളയ മകനുണ്ടായിരുന്നു. മകൻ്റെ മണ്ടയിൽ കൂടെ അത് വീണത്. അപ്പോൾ അത് പിന്നെന്തായാലും ഞാൻ പെട്ടെന്ന് വന്ന് മകനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ബ്ലഡ് വരുന്നതായിട്ട് തോന്നിയത്. അങ്ങനെ പിന്നെ അടുത്തുള്ള രണ്ടുപേരെ വിളിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് പോയി. വിളിച്ചെന്ന് പ്രാഥമിക ശുശ്രൂഷ നടത്തിയിട്ട് പിന്നെ CT സ്കാനൊക്കെ എടുത്ത് തൈലൊക്കെ ഇട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു അപ്പോൾ? മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. 10 മണി സമയം. വീട്ടുപകരണങ്ങളും രേഖകളും അങ്ങനെയൊക്കെ അതെല്ലാം ആ അലമാരയ്ക്കകത്താണുള്ളത്. വീട് നിലം പൊത്തിയതോടെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുകയാണ് കുടുംബം. തൽക്കാലം ബന്ധുവീട്ടിലേക്ക് സജീവും കുടുംബവും മാറി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു, പഞ്ചായത്ത് അംഗം അഞ്ജു എന്നിവർ സ്ഥലത്തെത്തി. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘത്തെ വിവരം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ. കായംകുളം നഗരസഭ 6-ാം വാർഡിലാണ് സംഭവം. PIP സബ് കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ളവരാണ് വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം.
പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാ, ബാത്റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. ഈ വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലവട്ടവും കാല് തന്നെ ഉരുണ്ട് വീണിട്ടുണ്ട്. പിന്നെ പാമ്പുകളുടെ ബഹളം, അടുക്കളയിൽ ഒന്നും കയറാനുള്ള കയറി കാല് തന്നെ വീഴുക, അടുക്കളയിലൊക്കെ വെള്ളം നിൽക്കുക. കായംകുളം നഗരസഭയിലെ 6-ാം വാർഡിൽ പെരുത്തറ വാഴപ്പള്ളി കനാലിന്റെ ഇരുവശങ്ങളിലുള്ള ജനങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മഴ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾ ഈ പമ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കനാല് ഈ വഴി പോകുന്ന കാരണം കൊണ്ട് ഇവരെല്ലാം പ്രയാസം അനുഭവിക്കുകയാണ്. കുടിവെള്ളത്തിനോ ബാത്റൂം സൗകര്യമോ ഒന്നും ഇവർക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയാസകരമായിട്ടാണ്. ബന്ധുവീടുകളിലും മറ്റുള്ളിടത്തുമൊക്കെയാണ് അവരതിന് അഭയം തേടുന്നത്. വളരെ പ്രയാസമാണ്. നമുക്ക് ഇവിടോട്ട് ഒന്ന് വരാനോ അല്ലേ ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരെ പല രൂപത്തിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിൻ്റെ ഇവരുടെ ജീവിത സാഹചര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും പല രൂപത്തിൽ പരാതികൾ പോവുകയും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് പരാതി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിനൊന്നും ഈ ഒരു പരിഹാരമായിട്ടില്ല. അപ്പം അതിന് വേണ്ട രൂപത്തിൽ ഉള്ള ഒരു പരിഹാരമാകണം. MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതനുസരിച്ച് MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. പക്ഷേ എങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കനാല് വളരെ നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. ഇപ്പോഴും കളക്ട്രേറ്റിൽ ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്ന് നോക്കി. പക്ഷേ എല്ലാം കണ്ടുപോകുന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിന് ഒരു സന്തോഷകരമാകുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ കനാല് മാറ്റാനുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുന്നില്ല. 50ഓളം കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ്. കുടിവെള്ളവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 30ലധികം വർഷമായി ഉപയോഗശൂന്യമായ കനാലിന്റെ ഇരുകരകളിലും താമസിക്കുന്നവരാണ് ദുരിതം പേറുന്നത്. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ്. MLAയ്ക്കും കളക്ടറേറ്റും എല്ലാം പരാതി കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇത്രയും കിടന്ന് ഈ വെള്ളത്തിലെ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഒരു പിന്നെ എല്ലാം കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുമാണ് എല്ലാവരും. ഈ വെള്ളത്തിന് ഇത്രയും നാളായിട്ട് അങ്ങോട്ടൊന്നും ഒഴുക്കി പോകാനോ ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടു തന്നിട്ടില്ല. ഈ കനാലും ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. ഈ കനാൽ ഇത് പൊളിച്ച് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാവരും കൂടെ പരാതി കൊടുത്തതാണ്. അതിന് തന്നിട്ടില്ല ഇതുവരെ. അത് പൊളിക്കാനുള്ള ഒരു അവസരം എല്ലാവരും കൂടെ ചെയ്ത് തരണം, അത് പരിഹാരം. അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് അവിടെ കാണുന്ന ആ ഒരു ചേച്ചി ഉരുണ്ട് വീണ് കാലൊടിഞ്ഞിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ആ ചേച്ചിക്ക് ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ്. കനാൽ ഭൂമി നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനാൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇത് രോഗഭീതിയും ഉയർത്തുന്നു. കനാലിന്റെ ഉയരം ഭൂമി നിരപ്പിലേക്ക് താഴ്ത്തുകയോ അല്ലെങ്കിൽ കനാൽ ഒഴിവാക്കുകയോ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയൂ. ഒരു കാരണവശാലും ആർക്കും പുറത്തോട്ട് പോകാനോ ആർക്കും പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്രയും ഭാഗത്തുള്ളത്. ഇവിടെ ഒരു 40 വർഷക്കാലം മുമ്പാണ് ഈ കനാൽ ഇവിടെ വരുന്നത്. ഈ കനാൽ ഇവിടെ വന്നെങ്കിലും ഈ കനാൽ കൊണ്ട് ആർക്കും ഇന്ന് വരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ജലസേചനം എന്ന് പറഞ്ഞിട്ട്, കൃഷിക്ക് ആവശ്യമായ ജലസേചനം എന്ന് പറഞ്ഞിട്ടാണ് ഈ കനാൽ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് വരെയും ഒരു നെല്ലിൻ്റെ ഒരു വിത്ത് പോലും ഈ കനാലിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ മുളപ്പിച്ചിട്ടുമില്ല. അങ്ങനൊരു ഗുണം ആർക്കും ഉണ്ടായിട്ടില്ല. ഇത് മുഖേനയുള്ള ദുരിതമാണ് ഇവിടെ ഈ വീട്ടുകാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ നേരത്തെ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരളപുരം സ്വദേശിനി വിഭജികയുടെ ദുരൂഹമരണം. നിതീഷിനെ നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി. അച്ഛനും സഹോദരിയും പ്രതികൾ. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും. കേരളപുരം സ്വദേശി വിഭജികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതി നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെ കുണ്ട്ര പോലീസ് കേസെടുത്തത്. നിതീഷിന്റെ അച്ഛനും സഹോദരിയും കേസിൽ പ്രതികളാണ്. നിതീഷും വീട്ടുകാരും ചേർന്ന് മകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതി. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. വിഭജികയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കേരളപുരത്ത് സംസ്കരിച്ചു. ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ മൃതദേഹം എംബാം ചെയ്തപ്പോൾ സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. 1.25 വയസ്സുള്ള വൈഭവിയുടെ സംസ്കാരം നേരത്തെ ഷാർജയിൽ നടന്നിരുന്നു. നിതീഷിനും കുടുംബത്തിനുമെതിരെ നിയമപോരാട്ടം തുടരാനാണ് വിഭജികയുടെ കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. മൗനജാഥയും നടത്തി. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മൗനജാഥ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ D. വിശ്വസേനൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് K. രാജു, കേരള കോൺഗ്രസ് നേതാവ് അറക്കൽ ബാലകൃഷ്ണപിള്ള, CPI ജില്ലാ കൌൺസിൽ അംഗം ലിജു ജമാൽ, കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട്, CPM ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കർ, സുജാ ചന്ദ്രബാബു, അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ KV തോമസ് കുട്ടി എന്നിവർ പങ്കെടുത്തു. വിശ്വാസികൾക്കും പോരാട്ടമാക്കാൻ കഴിയും, ഒരു കൈപ്പുസ്തകം ആക്കി സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ₹1 കോടി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ കൊട്ടിയത്ത് പിടിയിൽ. മംഗലാപുരം, മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. ലോറിയിൽ കുടിവെള്ള കുപ്പിയുടെ മറവിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത്. ശക്തമായ മഴയിൽ ഏരൂരിൽ വീട് തകർന്നു. വിളക്കുപാറ ഇടക്കൊച്ചിയിലാണ് സംഭവം. അപകടത്തിൽ അച്ഛനും മകനും പരിക്കേറ്റു. തെന്മല പരപ്പ ഡാമിന്റെ ഷട്ടറുകൾ ശനിയാഴ്ച ഉയർത്തും. 80 സെന്റിമീറ്റർ വരെയാണ് ഷട്ടറുകൾ തുറക്കുക. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തിങ്കളാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.